മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റും സിറ്റികളിൽ 3 സെൻറ്റും കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി. ഇതും കൊടുക്കാതെ ഇതിനും കഴിയാതെ വന്നു. അതായത് 64 ശേഷമുള്ള ഈ ഭൂപരിഷ്കരണ ബില്ല് ഉണ്ടായി 64 ശേഷമുള്ള കുടികിടപ്പൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതിൻ്റെപ്പോഴാണ് ഈ കുടികിടപ്പ് അംഗീകരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. 60 ശേഷം കുടികിടപ്പുകൾ അംഗീകരിക്കാൻ പറ്റാതെ വന്ന സമയത്താണ് ഈ ഹരിജൻ ലക്ഷം പേര് ഹരിജൻ കോളനികൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ 1970 ഭൂപരിഷ്കരണം പൂർത്തിയാക്കി കഴിയുമ്പോൾ വലിയൊരു ശതമാനം ജനങ്ങൾ ഭൂരഹിതരായിട്ട് മാറി. കേരളത്തിൽ ഈ പ്ലാന്റേഷൻ്റെ മേഖല ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഏതാണ്ട് 38 വർഷങ്ങളായി. കേരളത്തിൽ ഒരു സോഷ്യൽ ഏജൻസിക്കും കേരളത്തിൽ ഇത്രയും ഭൂമി ഇവിടെ മിച്ചമുണ്ടെന്നോ ആ ഭൂമി യഥാർത്ഥത്തിൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യാവുന്നതാണെന്നോ കേരളത്തിലെ പൊളിറ്റിക്കൽ ഓർ സിവിൽ ഏജൻസി ഒരു ഏജൻസി പോലും അത് ആവശ്യപ്പെട്ടില്ല. നമുക്ക് 2 സെൻറ്റ് 3 സെൻറ്റ് പഞ്ചായത്തിൽ തന്നു. അതായത് നമുക്ക് എൻ്റെ തളയിൽ നിന്നെങ്കിൽ 5 മക്കളുണ്ട്. ആ 5 മക്കളെ എങ്ങനെ പെമ്മക്കൾ അതിലുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചു വിടും. അന്നേരം ഈ 2 സെൻറ്റ് 3/4 സെൻറ്റൊക്കെ വിറ്റെങ്കിലെല്ലാം ആ പെമ്മക്കളെ കെട്ടിച്ചു വിടാൻ നോക്കും. അന്നേരം പിന്നെയും തലമുറകൾ വളർന്നു വരുമ്പോൾ അവരെങ്ങനെ ജീവിക്കും സാറേ? അത് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് എനിക്ക് 10-18 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ വളർത്തും? എങ്ങനെ അതിനെ പഠിപ്പിക്കും? മേലാക്കന്മാരുടെ മക്കളെല്ലാം വളർന്ന് ജോലി കിട്ടുന്ന ഞങ്ങൾക്കും ആഗ്രഹമില്ലേ സാറേ? ഞങ്ങൾ പുറംപോയി കിടക്കുന്ന ഞങ്ങൾക്കും ആ കൊതിയും ആശയില്ലേ? ചാരുമൂട്ടിലും പത്തനംതിട്ടയും കടത്തണയിലും പിന്നെ ഓച്ചറയിലും ഒക്കെ ഞങ്ങൾ അമ്പലത്തിലുമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വിലങ്ങ പരുവത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് കിടന്നു ഭിക്ഷയൊക്കെ ചെയ്യുന്ന പോലെ. ഞങ്ങൾ പണിയൊന്നും ഇല്ലാതെ അറിയാൻ മേത്ത സ്ഥലത്തൊക്കെ പോയാൽ നമ്മളെ ആരും പണിക്കൊന്നും വിളിക്കത്തില്ല. ഞാൻ 750 രൂപ അട കൊടുത്ത് കിടക്കുകയാണ് സാറേ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 അംഗങ്ങളുണ്ട്. 5 എണ്ണവും പൊടി പാലങ്ങളാണ്. 750 രൂപ ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ ഞങ്ങളെ വയറും കഴിഞ്ഞത് ഒപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റണില്ല. അത്ര പാവപ്പെട്ട അവസ്ഥയിൽ ഉള്ള ഞാനാണ്. See, the main allegation by the government is always the same, because when there's a struggle, one of the first things is you have to discredit it. My question is, if all these people had land, why would they come here? Why would they suffer what they are suffering? Why would they live in 60 rupees plastic roofs? When they give Laksham Veeda, they must have got a little house where 25 people are supposed to stay. It's not possible. Each of those government ministers maybe should try to live 25 people in one room without land and without jobs and see how they manage. ജീവിക്കാൻ നല്ല കയറി കിടക്കാൻ ഭൂമിയുണ്ട്. ഇങ്ങനെ 2 സെൻറ്റും 3 സെൻറ്റും. കൂടുതലും പേരും തോട്ടുപുറമ്പോക്കിലും വാടക വീടുകളിലും ലക്ഷം വീടുകളിലും ഒക്കെ കിടക്കും. ഈ ലക്ഷം വീട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകത്ത് 4 കുട്ടികളുണ്ടെങ്കിൽ അവർ വളർന്ന് 4 കുടുംബമാണ്. ആ കുടുംബത്തിൽ നമുക്ക് ഒന്ന് സംസാരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക്. ദുരിതമെന്ന് പറഞ്ഞാൽ ദുരിതമേ ഉള്ളൂ. അത് വന്ന് കാണുന്ന ആർക്കും അത് മനസ്സിലാവും. ആർപ്പാടാരമായ ജീവിതമല്ല, മനുഷ്യനല്ലാത്ത രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. മൃഗങ്ങളെക്കാൾ നിഷ്ഠമായ ജീവിതം. സ്വന്തം പിതാവിനെ സ്ഥലമില്ലാണ്ട് അടുക്കളയ്ക്കകത്ത് കുഴിച്ചിടുക, ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് അടുപ്പ് കൂട്ടി കഞ്ഞി വയ്ക്കുക. ഇതാർക്കുണ്ട് സാറേ ഇന്ത്യയിലെ ഇത്തരം ഗതികേട്? നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ പട്ടികവർഗക്കല്ല അല്ലാതെ കണ്ട് ഇത്രയും ദയനീയമായ രംഗം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? പട്ടികജാതിക്കാർക്ക് തന്നെ പല സംഘടനകളുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാര്യങ്ങളും സാധിക്കാൻ കഴിയത്തില്ല. അങ്ങനെ മനസ്സിനൊരു പ്രയാസം ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ പത്തനംതിട്ട വരുന്നപ്പം നമ്മുടെ ലാഹോൻ സാറ് സാധുജന വിമോചന സമിതി വേദി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ആ സംഘടനയിൽ വന്ന് അതിൻ്റെ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുത്തപ്പം നമുക്ക് ഉതകുന്നതായ അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ ഒരു സംഘടനയാണ്. അങ്ങനെ ആ സംഘടനയുടെ നോക്കിയപ്പോൾ 22 ആവശ്യങ്ങൾ പട്ടികജാതിക്കാർക്ക് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമര സംഘടനയായിരുന്നു. സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ ഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ട് വന്ന് സ്വന്തം കുടുംബം പുലർത്താൻ പോലും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബം പുലർത്താനോ സ്വന്തം മക്കളെ മുൻപോട്ട് നയിക്കാനോ ഉള്ള സാമ്പത്തികം ഇല്ലാത്ത ഒരു കൂട്ടം ജനങ്ങളാണ്. അപ്പോൾ അവരുടെ വേദനകൾ അതിൽ നിന്നും ഏത് മാർഗം സ്വീകരിച്ചായാലും ഈ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ദാരിദ്ര്യയ്ക്ക് മുകളിൽ എത്തുവാനുള്ള ആ ഒരു ഭൂമി
കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ത്യാഗത്തോടു കൂടി ഏത് രീതിയിലുള്ള ത്യാഗമാണെങ്കിലും അത് സഹിക്കാനുള്ള സന്നദ്ധയോടുകൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മറ്റൊന്നുമില്ലേ തന്നെ ഈ ഭൂസമരം തുടങ്ങി ഞങ്ങൾ 2006 കുടുംബൻ പ്ലാന്റേഷനിൽ ഞങ്ങൾ പോയി 4 ദിവസം സമരം ചെയ്ത് കുടിൽ കെട്ടി. ആ കുടിൽ കെട്ടിയ സമയത്ത് നമ്മൾ റവന്യൂ മന്ത്രി നമുക്ക് ചർച്ചയ്ക്ക് വിളിക്കാൻ മന്ത്രിമാരെ ചേംബറിൽ വെച്ച് ചർച്ചയ്ക്ക് വിളിച്ച് ആ ചർച്ചയിൽ നമുക്ക് ഭൂമി പത്തനംതിട്ട ജില്ലയിൽ ഡിസംബർ 31-ാം തീയതി നമുക്ക് കുറച്ച് പേർക്ക് ഭൂമി തരാമെന്നും ശേഷമുള്ള ആൾക്കാർക്ക് ആഗസ്റ്റ് 15-ാം തീയതി ഭൂമി തരാമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഉടമ്പടി നമ്മൾ അംഗീകരിച്ച് നമുക്ക് തരുമെന്നുള്ള ബാധ്യത അത് നമുക്ക് അവർ പിന്നെ തരാൻ ഒക്കാത്ത ഒരു സാഹചര്യം. അതേക്കുറിച്ച് പിന്നീട് ഈ പേപ്പറിലുള്ളതേ ഉള്ളായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആഗസ്റ്റ് 15-ാം തീയതി വീണ്ടും ഈ കുറുമ്പറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുടിൽ കെട്ടി. വിശന്ന് പൊരിയുന്ന പാവപ്പെട്ടവന്, അതായത് ഒരു ചാൺ വയറിന് വേണ്ടി നീറിപ്പുകഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി ആയിരക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കുട്ടികളെ നശിച്ച് അതുപോലെ തന്നെ രോഗബാധിതരായിട്ടൊക്കെ ഇവിടെ കഴിയുന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് കഴിയുന്നത് അവർക്കൊരു പിടി മണ്ണ് വേണം. അവരുടെ വരും തലമുറയ്ക്കെങ്കിലും ജീവിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. 60 വർഷം കൊണ്ട് മാറി വരുന്ന ഗവൺമെന്റ് ഞങ്ങളെയൊക്കെ ആയുധമാക്കി ഇവിടെ ഭരണത്തിൽ വന്നെങ്കിലും ഞങ്ങൾക്കൊന്നും 10 പൈസയുടെ പ്രയോജനം പോലും ചെയ്തിട്ടില്ല. ശ്രീമൂലം മഹാരാജാവിന്റെ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ അവയൊന്നും ഇവിടുത്തെ അടിസ്ഥാനവർഗ ജനവിഭാഗങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം കിട്ടി. അവയുടെ യാഥാർത്ഥ്യബോധം അവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. പകരം അതായത് ഒരു ഉടവയ്ക്ക് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് കർച്ചീഫ് കൊടുത്തിട്ട് പുടവ കൊടുത്തു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഗവൺമെൻറ്റിൻ്റെ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇതുവരെയുള്ള സമീപനവും മനോഭാവവും. എല്ലാ റിസോഴ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ സ്വത്ത്, അധികാരം, പദവി എന്ന് പറയുന്ന വളരെ മർമ്മപ്രധാനമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉപാധികളിൽ നിന്നും പുറത്താക്കപ്പെട്ടൊരു ജനവിഭാഗം അത് തിരിച്ചു ചോദിക്കുന്ന ഒരു പുതിയ ചരിത്ര സന്ദർഭമാണ്. ഇവിടെ വളരെ പ്രൈമറി ആയിട്ടുള്ള അസറ്റാണ്, റിസോഴ്സാണ് ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമി അവർ ചോദിക്കും. ഇത് സാങ്കേതികമായി ഇവിടെ ഈ 70,000 ഏക്കർ ഭൂമി ടാറ്റ കൈവശം വെച്ചില്ലെങ്കിലും ഇവർ ഭൂമി ചോദിക്കുമെന്നുള്ളതാണ് എൻ്റെ പൊളിറ്റിക്സ്. ഒരു പുതിയൊരു സോഷ്യൽ ഏജൻസിക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ, ഇവിടെ ഭൂമി ഉണ്ടെന്നുള്ളത് 70 മുതൽ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഒരു രാഷ്ട്രീയമായ തിരിച്ചറിവാകണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് എമർജ് ചെയ്യണം, ഒരു രാഷ്ട്രീയ കർത്തൃത്വം. ഇന്ന് കേരളത്തിലെ ദലിതർ ഒരു രാഷ്ട്രീയ കർത്തൃത്വമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം. ചെങ്കരയിൽ നമ്മൾ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ, നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് കേവലമായ സാമ്പത്തിക അവകാശത്തിന് വേണ്ടിയുള്ള സമരമല്ല, അതിനൊരു രാഷ്ട്രീയമാണ്. അവിടെ നമ്മൾ സംസാരിക്കുന്നത് ഏത് വ്യക്തിയോട് സംസാരിച്ചാലും അവർ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് തള്ളിക്കളഞ്ഞു വയ്ക്കുന്നത്. അതിൽ നിന്ന് അവർ വഞ്ചിക്കപ്പെട്ടു, അവർക്ക് ഭൂമി ലഭിച്ചില്ല എന്നൊരു വാദം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കേരളം വളരെ കുറ്റിഘോഷിക്കപ്പെട്ട ഈ ഹരിജൻ ലക്ഷം വീട് കോളനികളെ അവർ എതിർക്കുന്നുണ്ട്. ഇനി അവർക്ക് ഹരിജൻ ലക്ഷം വീടുകളിൽ താമസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കും. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം. വാസ്തവത്തിൽ in this country the biggest issue is land, the biggest issue is dispossession, the biggest issue is displacement wherever you look.